സംശയം നസറുദ്ദീൻ തൊട്ട അയൽവാസിയാണ്. നസറുദ്ദീൻ, കേരളമാകെ അവിടെ നടന്ന സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുമില്ല. ഈ കുടുംബാംഗങ്ങൾ വളരെ നല്ലവരും സ്നേഹം നിറഞ്ഞവരും മര്യാദക്കാരുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഇങ്ങനൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ താങ്കളെ സംബന്ധിച്ച് ഈ ചെറുപ്പക്കാരൻ എന്തിനിത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഐഡിയ താങ്കളെ സംബന്ധിച്ചുണ്ടോ? വലിയ കടബാധ്യത, 75 ലക്ഷത്തിന്റെ കടബാധ്യത പിതാവ് റഹീമിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. സൗദി അറേബ്യയിൽ അദ്ദേഹം മതിയായ താമസ രേഖകൾ ഇല്ലാതെയാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷേ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ കൊന്നുകളയാൻ അതൊരു കാരണമാവുന്നത് എങ്ങനെയാണ്? ഇത് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം പോലെ നമ്മുടെ അയൽവാസികളാണ്. അയൽവാസികളിൽ നല്ല സഹകരണത്തിലായിരുന്നു. ഈ അഫ്ഗാൻ എന്ന് പറയുന്നവൻ കൂടുതൽ ആർക്ക് സുഹൃത്തുക്കളില്ല. എന്നാൽ വാഹനത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ വേറെ കൂട്ടുകാരില്ല. പിന്നെ കൂടുതൽ ആരുമായിട്ട് സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. പിന്നെ അവൻ കൂടുതൽ ഈ പറഞ്ഞ പോലെ അന്തർമുഖൻ പോലെ. കാര്യം നമ്മളിങ്ങനെ കാണുമ്പോൾ വിഷയമൊന്നല്ലാതെ പിന്നെ വേറെ കൂടുതൽ സംസാരിക്കാറുമില്ല. ഇവിടെ ആർക്കാരുമായിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതിന് കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഈ അനുജനോടാണ്. ഈ അനുജൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അനുജന് നല്ല കെയറായിരുന്നു. കാര്യം പിന്നെ പഠിക്കാൻ കൊണ്ടുവിടുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതും പിന്നെ മദ്രസയിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഈ ജ്യേഷ്ഠനായ അഫാനാണ് കൊണ്ടുപോകുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവിടെ ബോൾ കളിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ബോൾ കളിക്കും. അത് നമ്മളിവിടെ ഇത് കാണാറുണ്ട്. അല്ല, അത്രയും അടുപ്പം ഉണ്ടായിരുന്ന അനിയനെ തന്നെ, അതും 14 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ തന്നെ ഇത്രയും ക്രൂരമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പക്ഷെ അവിടെ സംഭവിച്ചു. സ്വന്തം ഉമ്മയെയും ഇതുപോലെ ചെയ്തു. പ്രണയിച്ച പെൺകുട്ടിയെയും അതിഭീകരമായിട്ടാണ് ആക്രമിച്ചത്. അതൊക്കെ ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ഇതിനൊന്നും. ഈ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഞാൻ പള്ളിയിൽ പോകുന്ന സമയം ഈ ഇളയ കുട്ടി സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് ഇവിടെ വീട്ടിൻ്റെ നടയിൽ വന്ന് നിൽക്കുന്നതായി കണ്ടു. ഞാൻ കണ്ടപ്പോൾ വിഷ് ചെയ്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു. പോയ ശേഷം ഈ കുട്ടി അടുത്ത വീട്ടിൽ പോയിട്ട് എൻ്റെ ഉമ്മ വീട്ടിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഗേറ്റ് പൂട്ടിയിരിക്കുന്നു എന്ന് വന്ന് പറയുകയും പിന്നെ അയൽവാസിയായ ഒരു മാമിയെന്ന് വിളിച്ചിട്ടാണ് അയൽവാസിയോട് ചെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫോൺ വിളിച്ചു തരുമോ, ഉമ്മാക്ക് ഒരു ഫോൺ വിളിച്ച് തരുമോ എന്ന് ചോദിച്ചു. അവരങ്ങനെ ഉമ്മ ഈ ഷെമി ഫോണിൽ ഈ അയൽവാസി ഫോൺ ചെയ്ത് ഈ കുട്ടിയോട് കൊടുക്കുകയാണ്. ഈ കുട്ടി അപ്പോൾ വിളിക്കുമ്പോൾ ഈ ഫോൺ എടുക്കുന്നത് ഈ അഫാനാണ്. അഫാൻ ആ സമയം വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ കുറ്റുമുട്ടിലെത്തിയെന്ന് പറഞ്ഞു. ഞാനിതാ വരുന്നുവെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കയറിപ്പോയി. അതുമാത്രമേ അറിയാവൂ. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു അല്ലേ? അയൽവാസിയുടെ വീട്ടിൽ തടയിൽ നിൽക്കുകയായിരുന്നു. കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇതിൽ ഭക്ഷണവും അതിൻ്റെ കൂടെ വാങ്ങിക്കൊണ്ടൊന്ന് കഴിച്ചു എന്ന് പറയുന്നു. നല്ല ബഹളമോ ശബ്ദമോ ഒന്നും തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടല്ലോ, ആരും ഒന്നും കേട്ടില്ല. തൊട്ടടുത്ത വീട്ടിൽ ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 2 വീടുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. 3 വീടുകൾ അടുത്തടുത്താണ്. ഈ വീട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ 24 മണിക്കൂറും വീട്ടിൽ ആളുള്ളവരുമാണ്. ഈ അയൽവാസികളെന്ന് വേറെ അവിടെ ആൾ താമസമുള്ളവരാണ്. ഒരു സൗണ്ട് പോലും കേട്ടില്ല. എന്നിട്ട് ഈ 6:15 മണിയാകുമ്പോൾ, അത് ഇന്നലെ 6:15 മണിയാകുമ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ ഇവരുടെ വീട്ടിൻ്റെ ഗേറ്റിൽ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി ആ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ 3-4 പോലീസുകാർ ഗേറ്റിൻ്റെ പൂട്ട് പൊളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പോലും അയൽവാസികൾ ആരും അന്ന് അറിയുന്നില്ല. എന്നിട്ട് ഈ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയിട്ട് ഫ്രണ്ട് ഡോർ നോക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ബാക്കിൽ കൂടി കയറാമെന്ന് പറഞ്ഞ് ബാക്കിൽ അടുക്കള ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ലടിക്കുകയും അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയ ശേഷം ആ ബാക്കിലെ ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി ഈ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനുശേഷം അവരെ കൂടെ തന്നെയാണ് ഞാൻ അകത്ത് കയറുന്നത്. അകത്ത് കയറി ഹാളിൽ വന്ന് നോക്കുമ്പോൾ ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് അകത്ത് ബെഡ്റൂമിൽ ലോക്ക് ചെയ്യുകയായിട്ട് കാണുന്നു. അപ്പോൾ പോലീസുകാർ പറയുന്നു ഇവിടെ 3 പേരെ കൊലയായിട്ട് അവൻ ഈ പ്രതി സ്റ്റേഷനിൽ മൊഴി തന്നിട്ടുണ്ട്. ഈ 3ാമത് ആളാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇവർ ഉമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ 3ാമതൊരു ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഇവിടെ നമ്മൾ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു കുട്ടിയെ. അപ്പോഴാണ് പറയുന്നത് ഒരു പെൺസുഹൃത്ത് ഇതിനകത്തുണ്ട്.
അവളെയും കൊന്നിട്ടാണ് ഈ സ്റ്റേഷനിൽ പോയതെന്നാണ് പിന്നെ അവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്, സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം പിന്നെ ഇതിനുശേഷം ഈ ബെഡ്റൂമിൽ ഈ സെമി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഡോർ തുറക്കാൻ വളരെയധികം ശ്രമിച്ചു. നടക്കാത്തതുകൊണ്ട് പുറത്തിറങ്ങി ജനൽ പിന്നെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഷെമിക്ക് അനക്കം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പിന്നെ ഈ ഡോറ് പൊളിച്ച് അകത്ത് കയറി ആംബുലൻസ് കയറ്റി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടും പോലീസുകാർ ഇനി ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു. നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞു. ഞാൻ അങ്ങനെ തർക്കിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. അല്ല, അവൻ മൊഴി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മുകളിൽ അപ്സ്റ്റെയറിൽ കയറി റൂമിൽ നോക്കുമ്പോഴാണ് വേറൊരു കുട്ടിയും കൂടെ ഉണ്ടെന്ന്. ഈ സമയം ഞാൻ പുറത്ത് ആംബുലൻസിൽ മറ്റു രണ്ടുപേരെയും കയറ്റിവിടാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോഴാണ് പോലീസുകാർ അതിൻ്റെ അപ്സ്റ്റെയറിൽ കയറുന്നതും ഈ മൂന്നാമതൊരാൾ ഈ പെൺകുട്ടിയെ കാണുന്നതും. അതിനുശേഷമാണ് അതിന് പിന്നെ ഈ ആംബുലൻസിൽ കയറ്റി വിടുന്നത്, മൂന്നാമത്തെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടുന്നത്.